ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിലേക്ക് പാതി കത്തിയ സിഗരറ്റ് എറിഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു. ദേവു ഞെട്ടി. ശരീരം വിറച്ചു. ദീപക്കേട്ടൻ. ദീപക് അത് കേട്ട് വല്ലാതൊന്ന് ചിരിച്ചു. ഇതുവരെ കാണാത്ത വശ്യമായ ചിരി. മറന്നില്ലല്ലേ ദേവു? ദീപക് അവളുടെ അരികിലേക്ക് ചുവടുവെച്ചു. എന്തോ ഒരു ഭയം അവളിൽ ഉടലെടുത്തു. എന്താ? എന്തിനാ വന്നത്? ഭയം പുറത്തറിയിക്കാതിരിക്കാൻ അവൾ നന്നേ ശ്രമിച്ചു. ചുമ്മാ ഒന്ന് കാണാൻ. കുറെ നിന്നെ വിശദമായി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്ക് നിന്റെ മറ്റവൻ കൂടെ നിഴൽ പോലെ ഇല്ലേ? ചേറിൽ കാല് കയറ്റിവെച്ച് ഷൂ കെട്ടിക്കൊണ്ട് ദീപക് വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. ദേവു ഭയത്തോടെ ഡോറടയ്ക്കാൻ തുനിഞ്ഞതും ദീപക് ഡോർ തള്ളി. ദേവു അകത്തേക്ക് മലർന്നു വീണു. ദീപക് അകത്തേക്ക് കടന്നു ഡോർ ലോക്ക് ചെയ്തു. നിങ്ങളെന്താ കാണിക്കുന്നേ? പോവാൻ നോക്ക്. ഭയം കാരണം പാതി കരഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ കാണിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ദേവിക. നിനക്കറിയോ, അടുത്ത മാസം ആനിവേഴ്സറി അല്ലേ നിങ്ങളുടെ? അന്ന് നന്ദൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ... അവന്റെ മുഖത്ത് ക്രൂരമായ ഭാവം. ദീപക് കുനിഞ്ഞ് ദേവുവിന്റെ കയ്യിൽ പിടിച്ചു. ദേവു കുതറി. അവന്റെ പിടി വിടുവിക്കാൻ കുറെ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിന്നെക്കൊണ്ട് കഴിയില്ല ദേവു. ദീപക് അവളുടെ കൈ ചുറ്റി പുറകിലേക്ക് പിടിച്ചു. കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ദേവു അറപ്പോടെ കഴുത്ത് വെട്ടിച്ച് കുതറി. നീ തടുക്കണം ദേവു. അതാ എനിക്കും ഇഷ്ടം. ഒടുവിൽ എന്റെ അവസാന ആഗ്രഹം തീരും വരെ നിന്നെ അനുഭവിക്കുമ്പോഴും നീ തടുക്കണം. എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ എന്റെ മുന്നിൽ നിന്ന് നീ കരയണം. ഉള്ളു തുറന്ന് ചങ്കുപൊട്ടി. അതവന് അറിയണം. ദീപക് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ദേവു ഞെട്ടലോടെ മുഖമുയർത്തി. ചുറ്റിപ്പിടിച്ചു അടുപ്പിച്ച അവന്റെ തോളിൽ അവൾ അമർത്തി കടിച്ചു. ആ. ദീപക് ദേവുവിനെ തള്ളിമാറ്റി കടിച്ചിടം നോക്കി. അപ്പോഴേക്കും അവൾ അടുക്കളയിൽ എത്തിയിരുന്നു. അടുക്കള വാതിൽ തുറക്കുമ്പോഴേക്കും ദീപക് അവളുടെ മുടിയിൽ കൂട്ടിപ്പിടിച്ചു. മോളെ, നീ എന്നെ നോവിച്ചല്ലേ? ദീപക് ആക്രോശത്തോടെ. ദീപക് അവളെ വലിച്ച് സ്ലാബിലേക്ക് തള്ളി. സ്ലാബിൽ വീണ്ടും നെറ്റി ചെന്ന് ഇടിക്കുമ്പോഴാണ് ദേവുവിന്റെ കണ്ണുകളിൽ പാന്റ് അഴിച്ച് അടുത്തേക്ക് വരുന്നവനെ കാണി നന്ദന് ഓർമ്മ വന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തോന്നി. ആഞ്ഞുകുത്താൻ ശ്രമിച്ചെങ്കിലും ദീപക് അത് തടുത്തു. അവനും കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. ദേവു ഒന്ന് ഞെരുങ്ങി. അവന്റെ ഷർട്ടിൽ അവളുടെ കൈ മുറുകി. ശബ്ദം പോലും പുറത്തു വരാതെ കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനെ ദയയോടെ നോക്കി. ദീപക് ഞെട്ടലോടെ താഴേക്ക് നോക്കി. ദേവുവിന്റെ വയറിൽ നിന്നും. ദീപക് പകപ്പോടെ ദേവുവിനെ പുറകിലേക്ക് തള്ളി തിരിഞ്ഞോടി. ദേവു തലയുടെ പിൻഭാഗം സ്ലാബിലേക്ക് ഇടിച്ചുകൊണ്ട് താഴേക്ക് വീണു. തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ദീപകിനെ കാണി ദേവുവിന്റെ മനസ്സ് അലറി വിളിച്ചു കരഞ്ഞു. നന്ദേട്ടനെ കാണണം. ഇനിയും ഒപ്പം ജീവിക്കണം. കൊതി തീർന്നില്ല. ചെറിയ കാഴ്ചയോടെ മിഴികൾ അടയുമ്പോൾ തലയുടെ പുറകിൽ നിന്ന് നന്ദന് ഛർദ്ദിക്കാൻ വന്നു. കൈയും കാലും തളരുന്നു. അരമണിക്കൂർ യാത്രയുള്ളൂ. ബസ് നിർത്തിയും വേഗം ചാടിയിറങ്ങി ഛർദ്ദിച്ചു. കയ്യിലെ കുപ്പിവെള്ളം കൊണ്ട് വായും മുഖവും കഴുകി. എസ്.ഐ സാറിനെ ഫോൺ വിളിച്ചു. ആളും അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ നന്ദന്റെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു. അകലെ നിന്ന് എസ്.ഐ കൈ ഉയർത്തി കാണിച്ചതും നന്ദൻ ചിരിയോടെ അയാൾക്കടുത്തേക്ക് നടന്നു. എന്താ നന്ദ, ഛർദ്ദിയൊക്കെ? എസ്.ഐ ചോദിച്ചു. അറിയില്ല സാർ. നന്ദൻ ചെറിയ പുഞ്ചിരിയോടെ അയാൾക്ക് പിറകെ നടന്നു. ശരിക്കും അടുത്ത ആഴ്ച മുതലേ തുടങ്ങുന്നുള്ളൂ. പക്ഷേ നന്ദന് ഇവിടെ കുറച്ച് ക്ലാസ് ആവശ്യമുണ്ട്. അതാ നേരത്തെ എത്താൻ പറഞ്ഞത്. ഓ, അതിനെന്താ സാർ? വിനയത്തോടെ ചിരിച്ചുകൊണ്ട് സാറിനൊപ്പം ജീപ്പിലേക്ക് കയറി. വൈഫ് എന്തു പറയുന്നു? എസ്.ഐ ചോദിച്ചു. നന്ദൻ ഫോണെടുത്ത് ദേവുവിന് മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ്. നന്ദൻ പ്രണയത്തോടെ ചിരിച്ചു. സങ്കടത്തിലാണ്. നന്ദന്റെ മുഖത്ത് ഇപ്പോഴും അവളുടെ ഓർമ്മയിലുള്ള പുഞ്ചിരിയുണ്ട്. ഇവിടെ ഇടയ്ക്ക് കാണാനൊക്കെ വരാമെടോ, എസ്.ഐ പറഞ്ഞു. നന്ദൻ ഫോണിലേക്ക് നോക്കി. റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. എസ്.ഐ ജീപ്പ് കയറ്റി പാർക്ക് ചെയ്തിട്ടും നന്ദന്റെ ശ്രദ്ധ ഫോണിൽ തന്നെയാണ്. നന്ദൻ ഇറങ്ങുന്നില്ലേ? ആ. നന്ദൻ ഫോണ് ബാഗിലേക്ക് വെച്ച് ഇറങ്ങി. ഈ താടിയും മുടിയുമൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും എടുക്കണം. നന്ദൻ സമ്മതം പോലെ തലയാട്ടി. എസ്.ഐ സാർ അതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. അവൻ ചുറ്റും നോക്കി. സാധാരണ കാക്കി പാന്റും വൈറ്റ് പാന്റിയും ധരിച്ച ഒരുപാട് ചെറുപ്പക്കാർ ഉണ്ട്. കുറച്ചുപേര് ഗ്രൗണ്ടിൽ, കുറച്ചുപേര് അകത്ത്. എസ്.ഐ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ അവന്റെ നോട്ടം അയാളിലേക്കായി. വാ. സാറിന് പിറകെ നടന്നു. ഒരു വരാന്തയാണ്. വരാന്തയിൽ ഒരു മുറി തുറന്ന് കാണിച്ചു തന്നു. ബാഗൊക്കെ ഇവിടെ വെച്ചോ. പിന്നെ നാളെ രാവിലെ ഗ്രൗണ്ടിൽ ഇറങ്ങണം. ഇന്ന് ഈവനിങ് ഈ മുടിയൊക്കെ എടുത്തേക്ക്. ഇവിടെ തന്നെ ആള് വരും. വൈഫിനെ വിളിച്ചോ? ഇല്ല. നന്ദന് അയാളെ പറഞ്ഞയക്കാൻ തിടുക്കം തോന്നി. എന്നാൽ വിളിച്ചു പറ. എസ്.ഐ തലയാട്ടി പുറത്തേക്കിറങ്ങി. നന്ദൻ റൂമിൽ കണ്ണോടിച്ചു. 2 കട്ടിലുണ്ട്. ഒരു കട്ടിലിൽ ബാഗുണ്ട്. അപ്പുറത്തെ കട്ടിലിൽ പോയി തന്റെ ബാഗ് വെച്ച് അതിൽ നിന്ന് ഫോണെടുത്തു.
മുഴുവൻ റിങ് പോകുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. ഇനി അന്നത്തെ പോലെ ഫോൺ മറന്നുവെച്ച് വീട്ടിൽ പോയോ കുശുമ്പി? നന്ദൻ ചിരിച്ചു. ദേവുവിനെ വിളിച്ചു. എടുക്കാതായപ്പോൾ ദർശനെ വിളിച്ചു. പിന്നെ കണ്ണന്. ആരും എടുക്കുന്നില്ല. അവർ ഏതോ കാട്ടിൽ പോയിരുന്ന് കുടിക്കാൻ പോയേക്കാം. ചെറുതായി ഒരു ടെൻഷനുള്ളിൽ പടരുന്നത് അവനറിഞ്ഞു. ഇനി ആരെ വിളിക്കും? ഫോൺ നെറ്റിൽ മുട്ടിച്ചുകൊണ്ട് ചിന്തിച്ചു. നീതു. വേഗം അവളുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. മുഴുവൻ ബെൽ റിങ് ചെയ്തിട്ടും എടുത്തില്ല. നന്ദൻ നിരാശയോടെ കട്ടിലിലേക്കിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൻ വേഗം നോക്കി. നീതുവാണ്. എന്താ നന്ദേട്ടാ? ദേവു. അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വീട്ടിലേക്ക് വന്നോ? ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല നന്ദേട്ടാ. ഞാൻ അവളുടെ വീട്ടിലുണ്ട്. പിന്നെ ഇവിടെ നല്ല മഴ ഇടിവെട്ടും ഉണ്ട്. അതാവും വരാത്തെ. അവൾ വരാണെങ്കിൽ എന്നെ വിളിക്കാൻ പറയൂ, നന്ദൻ പറഞ്ഞു. ആ, പറയാം. നന്ദൻ ഫോണ് കട്ടാക്കി. എന്തോ ഒരു ടെൻഷൻ. കൂട്ടുകാർക്കും ദർശനും നരേശനുമൊക്കെ ദേവു എടുക്കുന്നില്ല. പോയി നോക്കാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. നന്ദൻ വേഗം എഴുന്നേറ്റ് ഡോർ തുറന്നു. SI ആണ്. ഡ്രസ് മാറി ഗ്രൗണ്ടിൽ വാടോ. നന്ദൻ വേഗം ഡ്രസ് മാറ്റി ഫോൺ ബാഗിലേക്ക് തിരുകി. അയാൾക്ക് പിറകെ ഗ്രൗണ്ടിലേക്ക് നടന്നു. ഉച്ച കഴിഞ്ഞ് വണ്ടി തിരിക്കുമ്പോൾ എല്ലാവരും പാതിബോധമായിരുന്നു. ആശാൻ കുറച്ചു മാത്രം കുടിച്ച കാരണം വണ്ടി എടുത്തത് അങ്ങേരാണ്. ഡാ പിള്ളേരെ, വണ്ടി എവിടെ നിർത്തണം? നന്ദേട്ടൻ്റെ അവിടെ മതി. കണ്ണനാണ്. ആശാൻ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. മഴ മാറി ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അമ്പലം വഴിയാണ് വണ്ടി ഇറക്കിയത്. അതുകൊണ്ട് നന്ദന്റെ വീടിന്റെ നേരെ മുറ്റത്ത് നിർത്തി. ഡാ പിള്ളേരെ, ഇറങ്ങി വല്ല മോരും വെള്ളം വാങ്ങിക്കുടുക്കി. ആശാൻ കെറിവിച്ചുകൊണ്ട് ഇറങ്ങി. കണ്ണനാണ് അത് കഴിഞ്ഞിറങ്ങിയത്. വണ്ടിയിലെ കുപ്പിവെള്ളത്തിൽ മുഖം കഴുകി. മോളെ. ആശാൻ അകത്തേക്ക് കയറി. അയ്യോ ഡാ, ഓടിവാടാ. ആശാന്റെ അലർച്ച കേട്ടതും കണ്ണൻ കുപ്പി തിണ്ണയിൽ വെച്ച് അകത്തേക്കൊരു ഓട്ടമായിരുന്നു. വൈകിട്ടൊരു പെരുമഴയായിരുന്നു. ഗ്രൗണ്ടിലെ പ്രാക്ടീസ് മതിയാക്കി നന്ദൻ മുറിയിലേക്ക് വന്നു. മുറിയിലൊപ്പം ഉള്ളവൻ മനു. കാമുകിക്ക് വേണ്ടി വന്നതാണ് പാവം. പോലീസ് ആയാലേ വിവാഹം നടക്കൂ. അവൻ കാമുകിയോട് സംസാരിക്കുന്നത് നോക്കി നന്ദൻ കട്ടിലിലേക്ക് കയറിയിരുന്നു. തന്റെ ഫോൺ എടുത്തു. ആരും തിരിച്ചു വിളിച്ചിട്ടില്ല. ഒരു മെസ്സേജ് പോലുമില്ല. ദേവുവും വിളിച്ചിട്ടില്ല. നന്ദന് ദേഷ്യം തോന്നി. ദേവുവിനെ വിളിച്ചു. എടുക്കുന്നില്ല. കണ്ണനെ വിളിച്ചു. ഐസുവിന് മുന്നിൽ നിൽക്കുന്ന കണ്ണൻ ഫോൺ ബെല്ലടിച്ചപ്പോൾ വിറയലോടെ എല്ലാവരെയും നോക്കി. നന്ദേട്ടനാ? അവന്റെ സ്വരം വിറച്ചു. ദർശൻ തല വിലങ്ങനെയാട്ടി. അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നെറ്റിൽ കൈവച്ചുകൊണ്ട് അവൻ മുഖം കുനിച്ചു. നരേഷ് എഴുന്നേറ്റ് ഫോണെടുത്ത് മാറി നിന്നു. നന്ദൻ ആരാ? വാതിൽ തുറന്ന് ഒരുത്തൻ തല അകത്തേക്കിട്ടു. മനു നന്ദന് നേരെ കൈ ചൂണ്ടി. തന്നോട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. നന്ദൻ എഴുന്നേറ്റ് ഡ്രസ്സ് നേരെയിട്ടു. ഓഫീസിന് പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് SI സാറിന്റെ ശബ്ദം കേൾക്കാം. വാതിൽ തുറന്ന് പെട്ടെന്ന് ഇറങ്ങിയതും നന്ദനെ കണ്ടു. ആ, താൻ വന്നോ? ആ, എന്നെ വിളിപ്പിച്ചു പറഞ്ഞു. നന്ദൻ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടി. ആ, ഞാനാ വിളിച്ചത്. താൻ പോയിട്ട് അടുത്ത ആഴ്ച വന്നാൽ മതി. ക്ലാസ്സൊക്കെ അടുത്ത ആഴ്ച തുടങ്ങുന്നുള്ളൂ. നന്ദന്റെ മുഖത്ത് ഒരു വെളിച്ചം വന്നു. സന്തോഷം നിറഞ്ഞുകൊണ്ടുള്ള ഒരു പുഞ്ചിരി. താൻ ബാഗ് എടുത്തിട്ട് വാ, ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട സാർ, ഞാൻ പൊക്കോളാം. ബാഗ് എടുത്തിട്ട് വാ നന്ദ. വേറെ വഴിയില്ലാതെ തലയാട്ടി അവൻ മുറിയിലേക്ക് ഓടി. ഒരു വെപ്രാളമായിരുന്നു. ബാഗിൽ നിന്ന് എടുത്തു വെച്ച ഡ്രസ്സും ബ്രഷും പേസ്റ്റും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ തിരികെ ബാഗിലേക്ക് കുത്തിക്കയറ്റി. ബാഗ് തോളിലിട്ട് സന്തോഷത്തോടെ ഓടി വരുന്നവനെ SI ഒറ്റൊരു വേദനയോടെ നോക്കി നിന്നു. പോവാം സാറേ. ആ. SI അയാളുടെ സ്വന്തം കാറെടുത്തു. നന്ദന്റെ നെറ്റി ചുളിഞ്ഞു. എങ്കിലും കയറി. ഹോസ്പിറ്റലിൽ ഒന്ന് പോവണം. ഒരാളെ കാണാനുണ്ട്. വണ്ടി കണ്ടപ്പോൾ നന്ദന്റെ മുഖം മാറിയത് കണ്ട് പറഞ്ഞതാണ്. നന്ദൻ തലയാട്ടി. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ വിചാരിക്കാതെ തന്നെ കാണുമ്പോൾ അവളുടെ മുഖമൊന്ന് ഓർത്തു നോക്കി. നന്ദൻ ചിരി കടിച്ചു പിടിച്ച് പുറത്തെ ചെറിയ ചാറ്റൽ മഴയിലേക്ക് നോക്കി. അവളുടെ അരികിലെത്താൻ ഉള്ളം തുടിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിച്ച് ചെറുതായി മയങ്ങിയിട്ടുണ്ടാവും. അമ്മയുടെ അടുത്ത് താൻ പോയതിന്റെ വിഷമം പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിക്കാണും. പക്ഷെ പ്രതീക്ഷിക്കാതെ തന്നെ കാണുമ്പോൾ അവളുടെ മുഖം, ആ മുഖത്തെ ഞെട്ടൽ, സന്തോഷം. നന്ദന് ഇരിപ്പുറച്ചില്ല. കൈകൾ കൂട്ടിത്തിരുമ്മി. എന്തോ ദൂരം കൂടുന്നു. ദേവൂട്ടി. നന്ദൻ അവളുടെ ഓർമ്മയിൽ ചുണ്ടുകടിച്ച് ചിരിച്ചു. SIയിൽ നിന്ന് അത് മറയ്ക്കാൻ പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും മനസ്സ് മുഴുവനും അവളായിരുന്നു. തന്നെ കാണുമ്പോഴുള്ള പെണ്ണിന്റെ മുഖമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കയറ്റി കാർ നിർത്തി. നന്ദനും വായോ, SI പറഞ്ഞു. ആ, താല്പര്യമില്ലെങ്കിലും പുറകെ നടന്നു. ദേവുവിനെ കാണാൻ ഉള്ളതുടിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങേര് മറുത്തൊന്നും പറയാനും കഴിയില്ല. മുകളിലെ നിലയിലെ ഐസുവിന് നേരെ നടക്കുമ്പോൾ പരിചിത മുഖങ്ങൾ കണ്ട് അവന്റെ നെറ്റിയിൽ വരകൾ വീണു. മരുന്നെന്തോ വാങ്ങാനിറങ്ങിയ നരേശും കണ്ണനും അങ്ങനെ തന്നെ നിന്നുപോയി. ഇവരെന്താ ഇവിടെ? നന്ദൻ വേഗം അവരുടെ അടുത്തേക്ക് ഓടി. എന്ത് പറ്റിയടാ? നന്ദന് ടെൻഷൻ തോന്നി. അത് പിന്നെ
രണ്ടാളും മുഖം കുനിച്ചു. നന്ദൻ അവരുടെ പുറകിൽ ഐസിയുലേക്ക് നോക്കി. ദർശൻ, മാലിനി, നീതു, സുമ എല്ലാവരുമുണ്ട്. ദേവുവിനായി അവന്റെ കണ്ണുകൾ പാഞ്ഞു. ദേവു എവിടെടാ? നന്ദൻ ചോദിക്കുമ്പോൾ രണ്ടാളും ഉമിനീരിറക്കി. നരേഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. നന്ദൻ അവരെ പകപ്പോടെ നോക്കിയിട്ട് മുന്നോട്ടോടി. മുഖത്തിന് മേൽ കൈവച്ചിരുന്ന ദർശൻ പെട്ടെന്ന് കൈമാറ്റി. ഓടിവരുന്ന നന്ദനെ കണ്ടപ്പോൾ ഞെട്ടലോടെ എഴുന്നേറ്റു. എന്തു പറയും? നന്ദനെ കണ്ടതും മാലിനി കരഞ്ഞു തുടങ്ങിയിരുന്നു. ദർശ, ദേവു എവിടെ? സങ്കടവും ടെൻഷനും ഒരുമിച്ച് നിറഞ്ഞ സ്വരം. നന്ദ. ദർശൻ മുഖം താഴ്ത്തി. ദേവു എവിടെടാ? നന്ദൻ അവനെ ഉറ്റുനോക്കി. ദേവുവിനെ ആ ദീപക് അവൻ കുത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ തലയിലും വയറിലും മുറിവുണ്ടായിരുന്നു. ദർശൻ ഇടർച്ചയോടെ പറയുമ്പോൾ ഇപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നന്ദൻ ശിലകണക്കി നിന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ ജീവൻ മാത്രമേ ഉള്ളൂ. നന്ദന്റെ കയ്യിൽ നിന്ന് ബാഗ് താഴേക്ക് വീണു. ദർശൻ പേടിയോടെ അവനെ ചേർത്ത് പിടിച്ചു. ദേവു, അവൾക്കിപ്പോ. നന്ദൻ ശ്വാസം പോലും എടുക്കാൻ കിതച്ചു. കണ്ണൻ ഓടിവന്ന് അവനെ പിടിച്ചു. നോക്കാൻ പറഞ്ഞതല്ലടാ നിങ്ങളോട്. നന്ദന്റെ സ്വരം ഇടറിപ്പോയിരുന്നു. അതേസമയം ഡോക്ടർ ഡെവിനും സർജനും ഐസിയുവിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ദർശന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാതെ നിൽക്കുന്ന നന്ദനിലും അവന്റെ കണ്ണുകൾ ഓടി നടന്നു. ഡോക്ടർ. ദർശൻ നന്ദനെ ടെൻഷനോടെ നോക്കി. ഡെവിന് നേരെ തിരിഞ്ഞു. വയറിലുള്ള മുറിവ് ആഴത്തിലല്ല, അതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ തലയുടെ പുറകിൽ ഏറ്റാടി. ഡെവിനൊന്ന് നിർത്തി സർജനെ നോക്കി. പിന്നെ സർജനാണ് പറഞ്ഞത്, ദേവികയ്ക്ക് തലയുടെ പുറകിൽ ശക്തമായി അടികിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ തലയടിച്ച് വീണതാവാം. അതുകൊണ്ട് അത്യാവശ്യമായി ഒരു സർജറി വേണം. പിന്നെ സർജൻ എല്ലാവരെയും നോക്കി. സർജറി കഴിഞ്ഞാൽ ദേവികയുടെ അവസ്ഥ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ജീവൻ മാത്രം നമുക്ക് നിലനിർത്താൻ പറ്റും. ലൈക്ക് കോമ സ്റ്റേജ്. അല്ലെങ്കിൽ പിന്നെ. നന്ദന്റെ നാവ് പോലും ഉയർന്നില്ല. ഇനിയും കേൾക്കാനുള്ള ശക്തി പോലും ഇല്ലാതെ അവൻ തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു. സർജറി വേഗം നടക്കണം ഡോക്ടർ, ദർശൻ പറഞ്ഞു. സർജൻ ഡെവിനെ നോക്കി അവിടെ നിന്നും തിരക്കിട്ട് പോയി. ഡെവിനൊന്ന് നോക്കി നന്ദന്റെ അടുത്തേക്കിരുന്നു. നന്ദൻ മുഖം അമർത്തി തുടച്ച് ഡെവിന് നേരെ തിരിഞ്ഞു. അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്കവളെ വേണം ഡോക്ടറെ. നന്ദന്റെ സ്വരം ഇടറി. കണ്ണുകൾ ഒഴുകി. തന്റെ അടുത്തിരിക്കുന്നവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഡെവിനും. തൊണ്ടയിലെ ഭാരം കാരണം ഒന്നും സംഭവിക്കാൻ കഴിയാതെ നന്ദൻ ശ്വാസം ആഞ്ഞു വലിച്ചു. എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് എൻ്റെ ദേവുവിനെ വേണം. ജീവൻ ഉണ്ടായാൽ മതി. പൊന്നുപോലെ നോക്കാൻ ഞാൻ. എനിക്ക് അവളല്ലാതെ വേറെ ആരുമില്ല. അവളെ രക്ഷിക്കൂ ഡോക്ടറെ. നന്ദൻ നിറഞ്ഞ കണ്ണുകൾ തോളിൽ അമർത്തി തുടയ്ക്കുമ്പോൾ ദർശൻ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്തി. നന്ദൻ മറ്റൊന്നും ഓർക്കാതെ കരഞ്ഞുപോയി. ഒരു ചെറിയ കുട്ടിയെപ്പോലെ. മാലിനി ഒപ്പം കരഞ്ഞു. അവനെ കൊല്ലണം. കണ്ണൻ അമർഷത്തോടെ കൈകൾ ചുരുട്ടി. അവൻ ഇനി പുറംലോകം കാണില്ല. ആ കാര്യം ഞാനേറ്റു, എസ്.ഐ ഉറപ്പോടെ പറഞ്ഞു. സുമ ഹോസ്പിറ്റലിൽ പോയി തിരികെ വരുമ്പോൾ വൈകിയിരുന്നു. നീതു എന്തായാലും അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കണം. കവലയിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ് കിട്ടിയത്. മുന്നോട്ട് നടക്കുമ്പോൾ അവർക്ക് ഭയം തോന്നി. പുറകിൽ കൂടി ആരൊക്കെയോ വരുന്ന പോലെ. വേഗത്തിൽ നടന്നു. ആരാത്? ഇരുട്ടിലൊരു ബീഡിയുടെ വെളിച്ചം. പരിചിതമായ സ്വരമാണ്. സുമ തിരിഞ്ഞു നോക്കി. പിന്നാലെ കൂടിയവർ ഒന്ന് നിന്നിട്ടുണ്ട്. ഞാൻ സുമ. പാഠം കഴിഞ്ഞ്. സുമ ഭയത്തോടെ ഉമിനീരിറക്കി. നീ ഹോസ്പിറ്റലിൽ പോയതാണോ? ഇരുട്ടിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റിനു താഴേക്ക് വന്ന ആളെ കണ്ട് ആ നിമിഷം ആശ്വാസം തോന്നിപ്പോയി. ധർമ്മരാജൻ, നന്ദന്റെ ആശാൻ. ആ, ഞാൻ നേരത്തെ പോന്നു. ഇവിടെ പിള്ളേർ തനിച്ചല്ലേ. ആശാൻ മുന്നോട്ട് നടന്നു. സുമ അയാൾക്ക് പിറകെയും. നാളെ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ നാളെ മക്കളോട് ലീവാക്കാൻ പറയാം. മോനെ നോക്കണ്ടേ? സുമ പ്രയാസത്തോടെ മൂളി. സുമയ്ക്ക് ഇരുട്ട് നിറഞ്ഞ വഴികളെത്തുമ്പോൾ ഭയം തോന്നിയിരുന്നു. എത്രയൊക്കെ ആയാലും അന്യപുരുഷനല്ലേ കൂടെ. കടയെത്തിയപ്പോൾ സുമയൊന്ന് നടത്തം നിർത്തി. ആശാനും വഴിയിൽ നിന്നു. കുറച്ച് പച്ചക്കറികൾ മാത്രം വാങ്ങി അവർ വേഗത്തിൽ ഇറങ്ങി. നാരായണന്റെ കൊച്ചിന് എങ്ങനെയുണ്ട് സുമേ? കടക്കാരനാണ്. ഒന്നും പറയാനായിട്ടില്ല. അല്ല, അതാരാ കൂടെ? അയാൾ ഒന്ന് ഇരുട്ടിലേക്ക് നോക്കി. അത് ആ രാജേട്ടൻ. അല്പം പതർച്ചോടെയാണ് പറഞ്ഞത്. കടക്കാരൻ ഒന്ന് തലയാട്ടി. സുമയ്ക്ക് അത് കണ്ടപ്പോൾ നെഞ്ചിലൊരു പിടപ്പ്. രാജേട്ടൻ ഇനി പൊക്കോളൂ. പാടമല്ലേ, ഞാൻ പൊക്കോളാം. വീട്ടിൽ പിള്ളേർ തനിച്ചല്ലേ. സുമ അയാളെ ഒഴിവാക്കാൻ നോക്കി. നീ നടക്ക് സുമേ. പാടം കഴിഞ്ഞ വഴി കയറുന്നവരെ രാജൻ കൂടെ ഉണ്ടായി. സുമ തിരിഞ്ഞു നോക്കി. അയാൾ തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഒന്ന് നെടുവീർപ്പിട്ട് അവൾ വീട്ടിലേക്ക് കയറി. രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി. പിന്നെ 2 തരം ഉപ്പേരിയും. അതൊരു ബിഗ് ഷോപ്പറിലാക്കി പോകുമ്പോഴാണ് ദർശന്റെ ബൈക്ക് കണ്ടത്. അവനും ഒരു ബാഗെടുത്ത് ഉമ്മറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? സുമ. അമ്മ എവിടെ പോവാനാ?
ഹോസ്പിറ്റലിലേക്ക്. ഞാനും അങ്ങോട്ടാ. ദർശൻ ബൈക്ക് തിരിച്ചു. സുമ പുറകിലും കയറി. വഴിയിൽ വെച്ച് ആശാനെ വീണ്ടും കണ്ടു, കൂടെ ധന്യയെയും. പക്ഷെ ദർശന് അപ്പോൾ അവളെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഉള്ളിൽ മുഴുവനും സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പെങ്ങളായിരുന്നു. നന്ദന്റെ അവസ്ഥ എന്താ? ആശാൻ ദർശന്റെ അടുത്തേക്ക് നിന്നു. ഇന്നലെ മുതൽ ഒരേ ഇരിപ്പാ. പച്ചവെള്ളം കഴിച്ചിട്ടില്ല. ദർശൻ മുഖം താഴ്ത്തി. ധന്യയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. ആദ്യായിട്ടാ നന്ദനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നേ. വയ്യ. അതൊന്നും നേരിൽ കാണാൻ കൂടി എന്നെക്കൊണ്ട് വയ്യ. അവന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോളെ. ആശാൻ മുഖം തുടച്ചു. ദർശൻ ബൈക്ക് സ്റ്റാർട്ടാക്കി. അച്ഛൻ വേണമായിരുന്നു ഇപ്പോൾ. ദീപക് എന്തായിരുന്നെന്ന് അറിയണമായിരുന്നു. നന്ദനെപ്പോലെ ദേവുവിനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ബോധ്യപ്പെടുമായിരുന്നു. കുറച്ചു നേരത്തെയായിപ്പോയി അച്ഛന്റെ പോക്ക്. ദർശൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ബൈക്ക് മുന്നോട്ടെടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ കോൾ വന്നിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ സ്പോട്ടിലേക്ക് പോകുമ്പോൾ വീട് കണ്ട് കണ്ണൊന്ന് വികസിച്ചു. അവന് സംശയമായിരുന്നു. സാറേ, അവൾക്ക് വയ്യായിരുന്നു. അവൻ പോയാൽ ആര് നോക്കും? അതാ അവൻ കൂടെ കൊണ്ടുപോയത്. നാട്ടുകാർ അവരെ കണ്ടുപിടിച്ച കഥകൾ പോലീസിന് മുന്നിൽ തള്ളിമറിച്ചു. പാതി സത്യമാവാം, പാതി മിഥ്യയാവാം. SI വന്നില്ലേ? ചെറിയ ഓടിട്ട വീട്ടിലേക്ക് കയറുമ്പോൾ മണം അയാളുടെ മൂക്കിലേക്ക് തറച്ചു. ഒരു പ്രോഗ്രാമുണ്ട്, വന്നുകൊണ്ടിരിക്കുക. കോൺസ്റ്റബിൾ ഒന്ന് മാറി നിന്നു. ബോഡി നോക്കിക്കൊണ്ട് അവർ ചുറ്റും നോക്കി. ഭർത്താവ് അടുത്തു തന്നെ. ഒന്ന് നെടുവീർപ്പിട്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഇൻക്വസ്റ്റ് നടത്തി റിപ്പോർട്ട് കിട്ടണം എത്രയും പെട്ടെന്ന്. സർക്കിൾ ഇൻസ്പെക്ടർ തിരികെ ജീപ്പിലേക്ക് കയറി. കോൺസ്റ്റബിൾ തലയാട്ടി. എന്നാലും അവനിത് ചെയ്തല്ലോ. ചുറ്റും നിന്ന് ആരൊക്കെയോ പഴി പറയുന്നുണ്ട്.